ടിഷ്യൂ ഓർഗൻസയിൽ വന്നിട്ടുള്ള ഒരു 4 സാരീസിൻ്റെ കളക്ഷനാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. എല്ലാം നല്ല കുറച്ചൊന്ന് റിച്ചായിട്ട് നിൽക്കുന്നൊരു സാരിയും കൂടെ, ഒരു ഈവനിങ് ഫങ്ഷനിലൊക്കെ നമുക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാമെന്നുള്ള ഒരു സാരിയും കൂടെയാണ്. ടിഷ്യൂ ഓർഗൻസ ആയാലും നല്ല പോലെ ഒന്ന് പ്ലീറ്റ്സ് എടുത്ത് ഉടുക്കുമ്പോഴും വൃത്തിക്ക് ഒന്ന് ഒതുങ്ങി നല്ലൊരു ഫിഗറി ലുക്ക് തരുന്നുണ്ട്. നല്ലൊരു ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയും കൂടെയാണ്. ആൻഡ് ബോഡി ഫുള്ളായിട്ട് സ്കാറ്റേഡ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്പറിലും ലോവറിലും ഈ ഒരു സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു കട്ട് ബീഡ്സിൻ്റെയും ഷുഗർ ബീഡ്സിൻ്റെയും വർക്ക് നല്ലപോലെ ഹെവി ആയിട്ടൊന്ന് ഈ ഒരു 4 സൈഡ്സിലും നമുക്ക് പ്ലേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് സ്കാലപ്പ് ഡീറ്റെയിൽ എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു സാരിയും കൂടെയാണ് ഓർഗൻസ ആയതുകൊണ്ട് തന്നെ. എൻ്റെ പല്ലുവിൻ്റെ പോർഷനിലും സ്കാറ്റേഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു സീക്വൻസിൻ്റെ വർക്ക് സ്കാറ്റേഡ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് 4 സൈഡ്സിലും നമുക്ക് ഈ ഒരു കുറച്ചൊന്ന് റിച്ചായിട്ട് നിൽക്കുന്ന ഈ ഒരു കട്ട് ബീഡ്സിൻ്റെയും ഷുഗർ ബീഡ്സിൻ്റെയും വർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ആൻഡ് ഇതൊരു ബ്ലൂ ഷെയ്ഡാണ്, ഒരു ഗ്രേയിഷ് ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ആൻഡ് ബോഡിയിൽ നമുക്ക് ഫുള്ളായിട്ട് സോളിഡായിട്ട് വന്നിട്ടുണ്ട്. ബോഡി സോളിഡായിട്ട് വന്നിട്ടുണ്ടെങ്കിലും കുറച്ചൊന്ന് ഹൈലൈറ്റഡ് ആയിട്ട് നമുക്ക് ഒരു നല്ലൊരു ലുക്ക് കിട്ടുന്നത് ഈ ഒരു അപ്പർ പോർഷനിലും ലോവർ പോർഷനിലും വന്നിട്ടുള്ള ഈ ഒരു വർക്കാണ്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് അതിൻ്റെ ബ്ലൗസ് പീസിൽ 2 സൈഡിലും നമുക്ക് സ്ലീവ്സിൻ്റെ പോർഷന് വേണ്ടിയിട്ട് ഈ ഒരു വർക്ക് പ്ലേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു ഹാഫ് സ്ലീവൊക്കെ എൽബോ സ്ലീവൊക്കെ വെച്ച് നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു വർക്കൊക്കെ പ്ലേസ് ചെയ്തെടുക്കും നല്ലൊരു ലുക്ക്, നമുക്കൊരു നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗൽ ലുക്ക് കിട്ടും. എന്നാൽ ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ വെയർ ചെയ്താലും ഒരു പേളിൻ്റെ ജ്വൽസ് അല്ലെന്നുണ്ടെങ്കിൽ മിനിമൽ ആയിട്ടുള്ള ഒരു ഡയമണ്ട്സിൻ്റെ ജ്വൽസൊക്കെ നമ്മൾ പെയർ ചെയ്തിട്ടാലും നല്ലൊരു ലുക്ക് കിട്ടും. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ഗ്രേ ഷെയ്ഡാണ്. ആൻഡ് എല്ലാ സ്കിൻ ടോൺകാർക്കും മാച്ച് ആവുന്ന ഷെയ്ഡ്സാണ്. ആൻഡ് എല്ലാ ഏജ് ഗ്രൂപ്പ് അമ്മമാർക്കായാലും കസിൻസിനായാലും യങ്സ്റ്റേഴ്സിനായാലും എല്ലാവർക്കും നമുക്ക് മസ്റ്റായിട്ട് പ്രിഫർ ചെയ്യുന്നൊരു സാരിയും കൂടെ, എല്ലാ ഏജ് ഗ്രൂപ്പിനും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു സാരിയും കൂടെയാണ്. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ആൻഡ് ദിസ് ഈസ് ദ ലുക്ക്. കണ്ടോ, നല്ലൊരു തിളങ്ങി ഒരു ടിഷ്യൂ എന്നൊക്കെ പറയുമ്പോൾ നല്ല തിളങ്ങി നിൽക്കുന്നൊരു സാരിയും കൂടെ അല്ലേ. ഒരു ഈവനിങ് ഫംഗ്ഷനൊക്കെ നമ്മൾ വെയർ ചെയ്തെടുക്കുമ്പം നമ്മൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന രീതിക്കാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷനും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നതും ഈ ഒരു വർക്കും ഡീറ്റെയിലും കൂടെയാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SBP 807 എന്ന കോഡിൽ 5849 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ സാരീസിൻ്റെ കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. check.www.hum.store. മാം ബിസിയാണോ? ഇങ്ങനെയുണ്ട് കൊള്ളാം. ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഇങ്ങനെ എൻ്റെ ഫോട്ടോ തന്നെ ഞാൻ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പേഴ്സണലി എല്ലാ ഫോട്ടോസും ഇടുന്നത് നമുക്ക് ഭംഗിയുള്ള നോക്കിയിട്ടായിരിക്കും. എങ്കിലേ എല്ലാ ചില ഫോട്ടോസ് ഞങ്ങൾ എടുക്കാറുണ്ട്. കൂടുതലൊരു ഇതുണ്ടാവും. ഇതും കൊള്ളാലോ ഈ സാരി. ഓർഗൻസയാണ്, പോയിന്റ് എംബ്രോയിഡറിയും ഫുള്ളായിട്ടൊരു ഫ്ലോറൽ ഇൻസ്പയർഡ്. നല്ല രസമുണ്ട് കളർ. നമുക്ക് വീഡിയോ എടുക്കാം. എന്താണ് ഇന്ന് വീഡിയോ എടുത്താലോ എന്നൊക്കെ ചേച്ചി വന്നു. ഓക്കെ, കോൺഫിഡൻസ് കുറച്ച് കുറവുണ്ടോ? അതേണ്ടോ? ഇല്ല, എന്റെ കൂടെ എടുക്കാൻ കോൺഫിഡന്റ് ആയിട്ട് വന്നേക്കുന്നതാണ്. അപ്പം നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ. നമുക്കൊരു പാർട്ടി ലുക്കിന് അല്ലെങ്കിൽ നമ്മുടെ ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം അങ്ങനത്തെ ഫംഗ്ഷൻസിന് റെഡി സ്റ്റോക്ക് ആയിട്ട് നമ്മുടെ അവൈലബിൾ ആണ്. ഓർഗൻസ ഫാബ്രിക് ആണ്. പക്ഷേ ഓർഗൻസ ഫാബ്രിക്കിൽ എപ്പോഴും നമുക്കൊരു കൺസേൺ ആണ്, ഇത് ഈ വയറിന്റെ ഭാഗത്ത് ട്രാൻസ്പെറന്റ് ആവും. ഈ ഒരു എംബ്രോയിഡറി വന്നതുകൊണ്ട് തന്നെ ഫുള്ളി കവറായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഒറ്റ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന് സെയിം കളർ അണ്ടർസ്കേർട്ട് മാത്രം നമ്മൾ സെയിം കളർ മാച്ച് ചെയ്തിടണം. ഇതിന്റെ ഇത്രയും കളേഴ്സ് ആണോ ഉള്ളത്? 3 കളേഴ്സ്. തീം ബേസ്ഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് ആലോചിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ 3 ഷെയ്ഡ്സും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ പാലറ്റ. അപ്പം ഫസ്റ്റ് കളർ പീച്ചാണ്. ത്രൂ ഔട്ട് ദ സാരിയിൽ അപ്പർ പോർഷനിൽ ഫുള്ളായിട്ടും പിന്നെ അവിടെ നിന്ന് ഒരു ഗ്രഡേഷൻ പോലെ തോന്നുന്നല്ലേ.
ഗ്രഡേഷൻ പോലെ പ്ലീറ്റ്സിന്റെ പോർഷനും. ഓർഗൻസയ്ക്ക് പൊതുവേ നമുക്ക് എല്ലാവർക്കും ഒരു കൺസേൺ ഉണ്ട്, പ്ലീറ്റ്സ് മര്യാദ പടർന്നു നിൽക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് പെട്ടെന്ന് ഇറങ്ങി വന്നേക്കുന്നത്. നമുക്ക് ബാക്കി കളേഴ്സും കൂടെ 1 by 1 ആയിട്ട് കാണിക്കാം. ഇത് എടുത്തോളാം. ആൻഡ് ഇതിന്റെ കോഡ് വന്നേക്കുന്നത് SBP എന്നുള്ള കോഡിലാണ്. ഇത് യങ്സ്റ്റേഴ്സിനൊക്കെ ഫസ്റ്റ് ടൈം സാരി ഉടുക്കുന്നവരും യങ്സ്റ്റേഴ്സിനും ഒക്കെ നല്ലപോലെ സ്റ്റൈലിംഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ആൻഡ് സെക്കൻഡ് കളർ പിടിച്ചോ, ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുക്കാം. SBP കണ്ടുപിടിക്കുന്നില്ലല്ലോ, 838. അപ്പം 836ഉം 7ഉം 8ഉം ആണോ? 8 വേറെ ചെയ്തേക്കുന്നത് 7 ആയിരിക്കും. അപ്പം അത്രയും ഷെയ്ഡ്സ് കോഡിലാണ് വന്നേക്കുന്നത്. ആൻഡ് 3499 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. അപ്പം ഓരോ കളേഴ്സും ഇൻഡിവിജ്വലി നല്ല രസമുള്ള ഷെയ്ഡ്സ് ആണ്. എല്ലാ കളർ ഷെയ്ഡ്സ് ഉള്ളവർക്കും ഒരേപോലെ മാച്ച് ചെയ്യുകയും ചെയ്യും. ഇതുണ്ടോ? അപ്പം ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ അവരുടെ ഒന്നിങ്ങി വരുമോ? ഈ കളർ ഒന്ന് പിടിക്കുമോ? അപ്പം നമുക്ക് നോക്കാം ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ്. ആ സാരി ഞാൻ കൊടുത്തേടാ. 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് ഇതിനകത്ത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് കളറാണ്? എന്നെയാണോ, സുഗതയുടെയാണോ, അതെയോ അപർണയുടെയാണോ എന്നുള്ളത് അല്ലേ ഉറപ്പായിട്ടും പറയണം. അപ്പം ഈ സാരി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞ് എല്ലാം കൂടെ അവിയലാക്കിയിട്ടുണ്ട്. www.hum.store. താങ്ക് യു. ഇന്ന് ഞാൻ എന്നെ കാണിക്കാൻ പോകുന്നതെന്നറിയാമോ? ടെസർ ഫാബ്രിക്കിനകത്ത് ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് അജ്രക്കിൻ്റെ സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. അജ്രക് സൽവാർ സെറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മെയിനായിട്ട് നമ്മൾ കോട്ടൺ ഫാബ്രിക്കിലാണ് കാണാറുള്ളത്. അപ്പോൾ ഒരു പ്രീമിയം ഫങ്ഷൻസിന് അജ്രക്ക് വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ആ ഒരു കളർ പാലറ്റ്സാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് പോർഷൻസ്. മെയിനായിട്ടുള്ള നാച്ചുറൽ അജ്രക്കിലുള്ള കളേഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിനകത്ത് തന്നെ ബ്രിക്ക് റെഡും ബ്ലാക്കും ബ്ലൂവും ഈ 3 ഷെയ്ഡ്സാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും പ്രിൻറ്റ് ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് കാണാം. ട്രഡീഷണൽ ആയിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺസിൽ തന്നെയാണ്. നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഫോട്ടോസും അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് അപ്പർ പോർഷൻ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ലോവറിലോട്ട് ബോഡി, അതായത് നമ്മുടെ ലോവർ എൻഡിൽ ഫുള്ളായിട്ട് ഹാൻഡ് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള അജ്രക് പാറ്റേൺ. ഇതുണ്ടോ? ഇതാണ് ഇതിന് ടോപ്പ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ തന്നെ എൻ്റെ പ്രിൻറ്റ് ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഇപ്പം കഫ്താനായിട്ടൊക്കെ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. പിന്നെ ഹാൻഡ് ഡൈഡ് അജ്രക്സ് ആണ്. അപ്പോൾ അത് കാരണം തന്നെ ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് ഉറപ്പായിട്ടും കാണും, ഇത് മാനുവലായിട്ട് ചെയ്തെടുക്കുന്ന ഇതായത് കാരണം. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ്. ഫുൾ ദുപ്പട്ടയിൽ ആ ഒരു ഫുള്ളായിട്ട് ആ അജ്രക്കിൻ്റെ ട്രഡീഷണൽ ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ ഇതുണ്ടല്ലോ. ഇതൊക്കെ കാരിഗേഴ്സ് ചെയ്ത് വരുമ്പം നമ്മൾ 10 പീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്നൊരു 8 അല്ലെങ്കിൽ 6 പീസേ നമുക്ക് അവൈലബിൾ ആക്കുള്ളൂ. ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത്. സാൻറ്റൂൺ ഫാബ്രിക് സെയിം കളറിൽ ഡൈ ചെയ്തെടുത്തേക്കുന്നതാണ് എൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സെറ്റ് കേട്ടോ. SBS എന്ന കോഡിലാണ് 5300 റേഞ്ചിലാണ് ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യത്തെ ഡിസൈൻ കണ്ടു. സെക്കൻഡ് ഡിസൈൻ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിൽ തന്നെയും പിന്നെയും ഡിഫറൻസ് ഉണ്ട്. ജെറ്റ് ബ്ലാക്ക് കളർ അല്ല, ഒരു ഇച്ചിരിയും കൂടെ ഒരു എന്തുവാ എലിഫൻറ്റ് ഗ്രേ കളർ. ആൻഡ് ഇത് ഇപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇത് കാണാമല്ലോ. അപ്പം ആ ഇതൊക്കെ വാഷ് ചെയ്യുമ്പോൾ പോകുന്നതാണ്. ഇതെല്ലാം ആ ഹാൻഡ് ഡൈയുടെ ഇതാണ്. ഇതുണ്ടോ? അതെല്ലാം ഒന്ന് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പൊക്കോളും. ബിക്കോസ് ഇതൊക്കെ ഡൈ ചെയ്തിട്ട് തറയിലിട്ട് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ആ ഒരു പാട് അതിൽ കാണും. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ടാസ് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെറ്റ്സിൻ്റെ കൂടെ. ഇപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നതാണ് ഒരു യെല്ലോ കളർ, നല്ല ഒരു ലൈം യെല്ലോ കളറിൽ ഉള്ള ഒരു പ്ലെയിൻ ജോർജറ്റിൻ്റെ ഓർഗൻസയുടെ ടോപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഈ ദുപ്പട്ട നമ്മൾ പെയർ ചെയ്യുകയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. ഇതാണ് എൻ്റെ സെക്കൻഡ് ഡിസൈൻ, സറ്റൂൺ ഫാബ്രിക്കിൻ്റെ ബോട്ടം. തേർഡ് ഡിസൈൻ വന്നേക്കുന്നതും ഇതേപോലെ തന്നെ ടോപ്പിൽ ഫുള്ളായിട്ട് പ്രിൻറ്റ്സ്. അത് നമ്മൾ കോട്ടൺ അജ്രക്സിലൊക്കെ കാണുന്നതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ്. ഇതാണ് എൻ്റെ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ടോപ്പ് ഫുള്ളായിട്ട് ഇതുപോലത്തെ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വരും. ബോട്ടം പ്ലെയിൻ കളർ ആൻഡ് ദുപ്പട്ടയിൽ ബോർഡേഴ്സിലും ആച്ചലിലും മാത്രമാണ് ആ പ്രിൻറ്റിൻ്റെ പാറ്റേൺ സ്റ്റൈൽ വരുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ഇത് വന്നേക്കുന്നത്. SBS 1334 അത് 131 മുതലുള്ള കോഡുകളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം ഏകദേശം 5000 റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ചെറിയ ഇതുപോലത്തെ സ്മഡ്ജസ് കാണും. ഇതൊന്നും ഡാമേജ് അല്ല, ഇതെല്ലാം
നാച്ചുറൽ ഡൈറ്റ് പ്രോസസ്സിനകത്ത് തറയിലിട്ടൊക്കെ ഉണങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയല്ലേ നല്ല ചൂടപ്പം പോലെ ചെയ്തു വന്നിരിക്കുന്ന സെറ്റ്സാണ്. അപ്പം കാരിഗേഴ്സിൻ്റെ അടുത്തുനിന്ന് വന്ന ഉടനെ തന്നെ ഞാൻ എടുത്തങ്ങ് കാണിക്കുമായിരുന്നു. ഇതാണ് അടുത്ത കളക്ഷൻ. ഇൻഡിഗോയിൽ സറ്റൂൺ ഫാബ്രിക്കിൻ്റെ ബോട്ടം ആൻഡ് ഫുള്ളായിട്ട് പ്രിൻറ്റഡ് പാറ്റേണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. ടോപ്പ് പ്ലെയിൻ ആണെങ്കിൽ ദുപ്പട്ട ഫുള്ളായിട്ട് പ്രിൻറ്റഡ് ഡിസൈൻസിലായിരിക്കും വരുന്നത്. ആൻഡ് അതിൻ്റെ ദുപ്പട്ടയുടെ ലുക്ക്. ഇതിൻ്റെയൊക്കെ പ്രിൻറ്റ് ഡിസൈനിങ് തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ബ്ലാക്കിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡ്, അതായത് ബ്രിക്ക് റെഡ് ഷെയ്ഡ്. ടോപ്പ് ഇങ്ങനെ വരും. അപ്പം ഇതിനകത്ത് എല്ലാ കളക്ഷൻസും സിംഗിൾ പീസസ് ആയിട്ടാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം 5000 റേഞ്ചിലാണ്, പ്രീമിയം കാറ്റഗറിയിലാണ്. ഇപ്പോൾ നമുക്ക് യോക്ക് പോർഷനിൽ വേണമെങ്കിൽ ചെറിയൊരു ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ഒക്കെ കൊടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് എൻ്റെ ഫുൾ സെറ്റിൻ്റെ ലുക്ക് വന്നേക്കുന്നത് അല്ലേ. നല്ല രസമുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡിൻ്റെ കൂടെ തന്നെ ആ ഒരു ബ്ലാക്കിൻ്റെയും കൂടെ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ടോപ്പിനകത്ത്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് കേട്ടോ. ടോപ്പ് ഇതിപ്പം ഇതിനകത്ത് തന്നെ കണ്ടോ ഒരു സ്റ്റോൺ വാഷ് ഇഫക്റ്റ് കണ്ടോ. ഈ സ്റ്റോൺ വാഷ് ഇഫക്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം നാച്ചുറൽ ഡൈഡ് ആയതുകൊണ്ട് അതുപോലത്തെ ഇഫക്ട്സ് ഉണ്ടാവും. അത് ഇംപെർഫെക്ഷൻസ് ആണ് ഹാൻഡ് ഡൈഡ് ആയിട്ടുള്ള ഫാബ്രിക്സിൽ വരുന്നത്. അത് ഡാമേജ് ആയിട്ടല്ല കേട്ടോ നമ്മൾ വരുന്നത്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ദുപ്പട്ട ഇഷ്ടപ്പെട്ടോ? നല്ല രസമില്ല സെറ്റ്സ് കാണാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡ്. ഇതാണ് ബ്ലാക്കിൻ്റെ ലുക്ക്. രണ്ട് സൈഡും ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ തന്നെ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഈ ഒരു ഇംപെർഫെക്ഷൻസ് ഇതിനകത്ത് ഉണ്ടാവും. ഇതെല്ലാം ഇതിൻ്റെ നാച്ചുറൽ മെത്തേഡിനകത്ത് വരുന്നതാണ് കേട്ടോ. ആൻഡ് ദുപ്പട്ട കണ്ടോ. അപ്പം ഈ കളക്ഷൻസ് എല്ലാം തന്നെ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് അജ്രക്കിൻ്റെ കളക്ഷൻസ് ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ അവർ വെബ്സൈറ്റ് www.aham.store. SBS എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 5379.